എനിക്ക് ഈ കുറച്ച് കാര്യങ്ങൾ പെമ്പിളോട് പറയാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ +2-ൻ്റെയൊക്കെ റിസൾട്ടൊക്കെ വന്നിട്ട് അഡ്മിഷൻ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പം നിങ്ങൾ ആരും പോയി എടുത്ത് ചാടി ഈ ITIയിൽ സർവേയർ എന്ന് പറഞ്ഞ ട്രേഡ് എടുക്കരുത്. കാര്യം ITIയിൽ 2 വർഷം സർവേയർ ട്രേഡ് പഠിച്ച വ്യക്തിയാണ് ഞാൻ. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വേണമെങ്കിൽ ജീവിക്കാം. പക്ഷേ എന്നാലും നമ്മൾ പഠിച്ച ഒരു ഇത് വെച്ചിട്ട് ബോയ്സ് അപ്പോൾ ഇപ്പം നിലവിൽ തൊഴിലിൽ ഇക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ഈ ആൺപിള്ളേർക്ക് മിക്കയിടത്തും ജോലിയുള്ളൂ. അപ്പം നമ്മൾ സർവേയർ പഠിച്ചിട്ട് ചെല്ലുമ്പോൾ ചില കമ്പനികളിൽ നമ്മളിപ്പം ഈ സർവേയർ എന്ന് പറഞ്ഞൊരു ട്രേഡ് അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം സിവിലുകാർ അതും കൂടെ അരച്ച് കലക്കി കുടിച്ചിട്ട് വന്നിരിക്കുന്ന സിവിലുകാരായത് കാരണം നമുക്ക് ജോലി ഇല്ല. ഒന്ന്. രണ്ടാമത്തെ മാറ്റർ എന്താണെന്ന് വെച്ചാൽ മിക്കയിടങ്ങളിലും അവർ ഹയർ ചെയ്യുന്നത് മെൻസിനെയാണ്, വുമൺസിനെ അല്ല. ഞാൻ ഒരുപാടെടുത്ത് വിളിച്ച് ചോദിച്ചായിരുന്നു ജോലിയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ പറയുന്ന മുഴുവൻ ഗേൾസിനെ ഇവിടെ ചെയ്യുന്നില്ല, ജോലി പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ ബോയ്സ് ഉണ്ടെങ്കിൽ എടുക്കാം, ഓക്കെ ലീവ് ഇറ്റ്. അന്നാ വിചാരിച്ചെന്നാൽ ഗൾഫിലോട്ട് അങ്ങ് പറക്കാന്ന്. അപ്പം ഗൾഫിൽ സർവേയറിൻ്റെ ഇഷ്ടം പോലെ സാലറി ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എന്നാൽ ഗൾഫിലോട്ട് പറക്കാമെന്ന് വെച്ച് ഗൾഫിൽ തിരക്കിയപ്പോഴത്തേക്കിന് അവരും പറയുന്നു പെൺപിള്ളേരെ വേണ്ട, ആൺപിള്ളേർ മതിയെന്ന്. അപ്പം നമ്മൾ ഈ 2 വർഷം എന്തിനീ സർവേയർ പഠിച്ച്? ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച് സർവേയർ എവിടെ പഠിക്കണം അല്ലെങ്കിൽ ITI എടുക്കട്ടെ എന്ന്. ഞാൻ എന്നോട് ചോദിച്ച എല്ലാവരും പറഞ്ഞു നിങ്ങൾ പഠിക്കുമോ പഠിക്കാതിരിക്കോ നിങ്ങളുടെ മാറ്റർ, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പഠിക്കണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് വെച്ച് പഠിക്കുക. അല്ലാതെ ഈ സർവേയർ പഠിച്ചിട്ട് പെൺപിള്ളേർക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ നിങ്ങൾ ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വർക്ക് എടുക്കണം. അപ്പം അതിനും കുറേ പ്രൊസീജിയറുണ്ട്. അപ്പം നിലവിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺപിള്ളേരോട് നിങ്ങൾ സർവേയർ ട്രേഡ് മാക്സിമം എടുക്കാതിരിക്കുക. കാര്യം ജോലിയില്ല. നമ്മളെല്ലാവരും പഠിക്കുന്നത് ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജോലിയില്ല, നമ്മളൊരു കോഴ്സ് പഠിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് വീട്ടിൽ പൂട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ഉപകാരം എന്താണോ എന്ന് തോന്നുന്ന ആ ഒരു സബ്ജക്റ്റ് മാത്രം എടുത്ത് വെച്ച് പഠിക്കുക. ഇപ്പം അനുഭവമുള്ളവരാണ് പറയുന്നത്. എൻ്റെ കൂട്ടൊരു 10 പേരോട് ചോദിച്ചാൽ ആ 10 പേരും അങ്ങനെ പറയത്തുള്ളൂ. ഇപ്പം ഞങ്ങളുടെ സീനിയറായിട്ട് തന്നെ സർവേയർ പഠിച്ച മിക്ക ആൾക്കാരും ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സർവേയറായിട്ടല്ല. അവർ മിക്കയിടത്തും ചിലർ കടകളിലാണ് നിൽക്കുന്നത്, ചിലർ വേറെ കമ്പനീസിൽ വേറെ ജോലികൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ചില കോഴ്സ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം വെറുതെ എന്തിനാണ് നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ വെറുതെ 2 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലതുപോലെ മാർക്കൊക്കെ വാങ്ങി ആ സർട്ടിഫിക്കറ്റ് വീട്ടിൽ പൂട്ടി വെക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? എൻ്റെ മാത്രം ഒപ്പീനിയനാണിത്. എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ മാത്രം ഒപ്പീനിയനാണ്. ആരും പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്നേറി പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരിതുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇതെടുത്ത് പഠിക്കണം അല്ലെങ്കിൽ പഠിക്കണ്ട എന്നൊരിതുണ്ടല്ലോ. ഇപ്പം ഞാനിത്